കാരണം ജീവിതം സങ്കല്പമല്ല, ജീവിതം യാഥാർത്ഥ്യമാണ്. നമ്മുടെ ബുദ്ധി രൂപം കൊടുക്കുന്നതല്ല ജീവിതം. ബുദ്ധി മാറ്റിവെച്ച് സത്യസന്ധമായിട്ട് അനുഭവിക്കുന്നതാണ് ജീവിതം. അത് അനേക ആയിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ യാതൊന്നും ഇവിടെ ഇല്ല. കാരണം ഇതെല്ലാം ഒരുമിച്ച് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു തത്വമല്ല, ഇതൊരു അനുഭവമാണ്. തത്വം കേൾക്കുമ്പോൾ നമ്മളിൽ ജനിക്കുന്നതാണ് തത്വങ്ങൾ. നമ്മളിൽ ആശയങ്ങൾ ജനിക്കാതിരിക്കുമ്പോൾ ശബ്ദം പോലും നമുക്ക് ആനന്ദമായിട്ട് മാറും. ശബ്ദം നമുക്കൊരു തത്വമായിട്ട് മാറുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുത്തു വെച്ച് നമ്മളിൽ ജനിച്ചതിൽ പലതും ജനിക്കുന്നതുകൊണ്ട്, വീണ്ടും വീണ്ടും ജനിക്കുന്നതുകൊണ്ടാണ് തത്വമായിട്ട് മാറുന്നത്. തത്വത്തിൽ നിന്ന് തത്വങ്ങളെ ജനിക്കത്തുള്ളൂ. ജീവനിൽ നിന്ന് ജീവൻ ജനിക്കും, തുടരും. ജീവനിൽ നിന്ന് ജീവൻ ജനിക്കും വീണ്ടും. അതിൻ്റെ തുടർച്ചയാണ് ജീവിതം. മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ സൃഷ്ടിയുടെ ഭാഗത്ത് തുടരേണ്ടത്. ജീവൻ തന്നെ തുടരണം. അതിനുള്ള സംവിധാനം ജീവനിലാണ് പരിശോധിക്കേണ്ടത്, ആശയത്തിലല്ല. ആശയത്തിൽ പരിശോധിച്ചാൽ ആശയങ്ങൾ കിട്ടും. ആശയങ്ങൾ വീണ്ടും വീണ്ടും ജനിക്കും. ജീവൻ സ്പന്ദിക്കുന്നിടത്ത് ജീവൻ്റെ രഹസ്യങ്ങൾ തുറന്നു വരും. അത് അനായാസമാണ് പ്രവർത്തിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിൻ്റെ സർവ്വതും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നിടത്ത് എങ്ങനെ ആയാസമുണ്ടാകും? വേറൊന്ന് മറ്റൊന്ന് വേറിട്ട് രൂപം കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആയാസം വരുന്നത്. അനായാസം സംഭവിച്ചതാണ് നമ്മുടെ ജനനവും ജീവിതവും സർവ്വതും. ഇപ്പം സർവ്വതും ചേർന്ന് നിന്നാൽ ആഘോഷമാണ്.